ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം, ധ്യാനിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം എനിക്ക് നൽകിയതായ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദ ഡിവൈൻ മെസ്സഞ്ചർ എന്ന ചാനലിലൂടെ സംസാരിപ്പാൻ തക്കവണ്ണം ഒരവസരം കൂടി ദൈവം എനിക്ക് നൽകി. അതിന് ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ആയതുപോലെ നോർത്ത് കേരള സെക്ഷൻ നേതൃത്വത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ദിവ്യ വെളിച്ചം എന്ന ഈ സന്ദേശത്തിലൂടെ ഇന്ന് ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതായ വേദഭാഗം 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ആണ്. അവിടെ ഈ വണ്ണം പറഞ്ഞിരിക്കുന്നു: യഹോവയുടെ കണ്ണ് തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഈ വണ്ണം നമ്മളോട് പറയുന്നു. യഹോവയുടെ കണ്ണ് തങ്കലേകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ കണ്ണ് ഈ ലോകം എമ്പാടുമുണ്ട്. എന്തിനാണ് എന്ന് വെച്ചാൽ തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ആണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം പഠിച്ച പ്രാർത്ഥനയിൽ ഭവിഷ്ഠരായിരിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി അവരെ രക്ഷയ്ക്കായി അവൻ കാതോർത്ത് അല്ലെങ്കിൽ കണ്ണു നട്ട് ഇരിക്കുകയാണ്. അവിടെ എല്ലാ പ്രതികൂലങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ, അവരെ കണ്ണുനീരിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെയും ശോധന ചെയ്യുകയാണ്. നല്ലവരായി ജീവിക്കുന്നവരുണ്ട്, ദുഷ്ടരായി ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ കണ്ണിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിക്കുന്നതായ ഓരോ നിരൂപണങ്ങളും യഹോവ അറിയുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. നമ്മൾ ആരും ദൈവത്തിൻ്റെ മുമ്പാകെ മറഞ്ഞിരിക്കുന്നില്ല എന്ന് ഉള്ളതായ നഗ്ന സത്യമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത്. ദൈവം നമ്മെ ഇവിടെ വിളിച്ചാക്കിയതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവത്തിൻ്റെ മക്കളിൽ നിവൃത്തിയായി കാണുന്നതാണ് ദൈവത്തിന് പ്രസാദകരമായുള്ള കാര്യം. നാം ദൈവത്തിന് പ്രസാദമായുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതിയെ നമുക്ക് സമ്പാദിക്കുവാൻ കഴിയും. അങ്ങനെയുള്ള ദൈവപൈതൽ ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് അവരെ അപേക്ഷ കേട്ട് അവർക്ക് ഉത്തരമരുളും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നതായ സത്യാവസ്ഥ. ഹാഗാറിൻ്റെ കണ്ണുനീർ കണ്ടതായ ദൈവം അബ്രഹാമിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ദൈവം അന്ന് അവിടെ ഒരുക്കമുള്ളവനായിരുന്നു. അവർക്ക് ആവശ്യമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി അവരുടെ കുടുംബത്തോട് കൂടെ ഇരുന്നു. കാരണം അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. കർത്താവിൻ്റെ അടുക്കൽ കർത്താവിൻ്റെ കരുണയ്ക്കായി കാംക്ഷിക്കുന്നതായ ഓരോ ദൈവപൈതലിനും അവരർഹിക്കുന്നതായ കാരുണ്യം അവിടെ നിന്ന് പ്രാപ്തമാക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവൻ ഈ വണ്ണം പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം
അതിൻ്റെ 40-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, കർത്താവിൻ്റെ സന്നദ്ധയിൽ താഴ്മയോടുകൂടെ മുട്ടിന്മേലിരുന്ന ദൈവത്തോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നതായ ഓരോ ദൈവ പൈതലിൻ്റെയും പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരകനാണ്. അവൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവം എപ്പോഴും ഒരുക്കമുള്ളവനാണ്. പക്ഷേ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നവരായിരിക്കണം. ദൈവം ഇച്ഛിക്കുന്നതായ രീതിയിൽ, ദൈവം ഇഷ്ടപ്പെടുന്നതായ രീതിയിൽ, ദൈവം പ്രസാദിക്കുന്നതായ രീതിയിൽ നാം ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മുടെ സകലവിധമായിട്ടുള്ള രോഗങ്ങളും മാറും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചാൽ മിസ്രയീമിലുള്ളതായ യാതൊരു ബാധയും നിങ്ങളോട് അടുക്കുകയില്ല. ഈ ലോകത്തിൽ നാം നേരിടുന്നതായ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ നാം അല്പസമയം ചിലവഴിച്ചാൽ മതിയെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കണം, ദൈവത്തിൽ ശരണം പ്രാപിച്ചവരായിരിക്കണം. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായിരുന്നാൽ തീർച്ചയായും ദൈവം നമ്മുടേതായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കും. ദൈവ കൽപ്പനകളെ നാം അനുസരിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുന്നവരാണ്, അതിൽ ദിനം പ്രതി ധ്യാനിക്കുന്നവരായിരുന്നാൽ തീർച്ചയായും ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തനം 1 നാം വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച അവന്റെ ന്യായ പ്രമാണത്തെ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ വചനത്തെ ദിനം പ്രതി ധ്യാനിക്കുന്ന പ്രാർത്ഥനയുള്ള ഓരോ ദൈവമക്കളോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ദാനിയേൽ പ്രാർത്ഥനയുള്ളവനായിരുന്നു, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപുരുഷനായ ദാനിയേൽ എന്ന പേര് സമ്പാദിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ നിലവിളി ആരംഭത്തിൽ തന്നെ ദൈവം അതിന് മറുപടി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ദാനിയേൽ ദൈവത്തെക്കുറിച്ച് ഒരു സാക്ഷി ആയിത്തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ ഈ വണ്ണം പറയുന്നു, എങ്കിലും രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവം, നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടതയിൽ നമ്മെ കാണുവാൻ കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവങ്കൽ നാം നമ്മുടെ ആശ്രയം വെച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. നാം ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരായി പ്രാർത്ഥനയുള്ളവരായിരിക്കുമ്പോൾ, ദൈവകൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ നിലവിളികൾക്ക് അവൻ കാതോർത്തിരിക്കും, നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും, അതിന് ഉത്തരമുണ്ടാകും. നമ്മുടെ എല്ലാ കഷ്ടത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. ആയതിനാൽ ആ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥനയോടുകൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുറവശങ്ങളെയും പാപങ്ങളെയും അവൾ ക്ഷമിച്ച ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കണം, ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യദായകനായിരിക്കണം. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ.